ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലയം എന്ന നോവലാണ്. അതിൻ്റെ 11ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. ഒറ്റ നിമിഷം കൊണ്ട് സൂസൻ വേർപ്പിൽ മുങ്ങി. റിസീവർ പിടിച്ചിരുന്ന കൈ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം ജഡ്ജി അമ്മയെ വിവരം അറിയിക്കായിരുന്നു. നോബലിൻ്റെ വീട്ടിൽ വിവരം പറയണോ? ജാൻസിയോട് മറുപടി പറയാൻ സൂസൻ അല്പം സമയമെടുത്തു. വേണ്ട, അവരുടെ സ്വരം വിറച്ചു. ഞാനിപ്പോൾ തന്നെ ലോറി തെരുവിലോട്ട് വരാം, നിങ്ങളവിടെ കാണും. പമ്പിൻ്റെ മുമ്പിൽ സൂസൻ റിസീവർ വെച്ചു. ഉൾക്കിടലം കൊണ്ട് അവരാകെ തളർന്നിരുന്നു. എഴുന്നേൽക്കാൻ വയ്യെന്ന് തോന്നി. കാല് കുഴയുന്നത് പോലെ. വളരെ വേഗം അവർ മുറിയടച്ചിറങ്ങി. മത്തായി ചേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞു. മത്തായി ചേട്ടൻ എങ്ങും പോകരുത്, ഇവിടെ കാണണം. പോർച്ചിൽ ചെന്ന് കാറിറക്കി അവർ ലോറി തെരുവിലേക്ക് ഓടിച്ചുപോയി. ലോറി തെരുവിലെ പമ്പിന് മുമ്പിലെത്തിയപ്പോൾ അവിടെ ചെറിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. റഷീദ്, ശിവൻകുട്ടി, അച്ചൻകുഞ്ഞ്, മോഹനൻ, വർഗീസ്, കുഞ്ഞച്ചൻ, കൊച്ചാപ്പി, രാജൻ. സൂസൻ കാർ നിർത്തി ഇറങ്ങി. കൂടുതൽ വല്ല വിവരം അറിഞ്ഞോ? കേട്ട വാർത്ത ശരിയാ, അവിടുത്തെ പോലീസൊക്കെ സംഭവ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തെരച്ചിലൊന്നും തുടങ്ങിയിട്ടില്ല. ആരൊക്കെയാ പോരുന്നത്? എൻ്റെ കാറിൽ കയറിക്കോ, ഞങ്ങൾ ലോറിയെ വന്നോളാം, ശിവൻകുട്ടി പറഞ്ഞു. സൂസൻ പമ്പിൽ കയറി. ഫോൺ ചെയ്ത് ഫയർഫോഴ്സിനെ കൂടി വിവരം അറിയിച്ചു. പിന്നെ ലോറി തെരുവിലെ ആൾക്കാർ കയറിയ ലോറി മുൻപിലും കാറ് പിന്നിലുമായിട്ട് അവരങ്ങനെ നീങ്ങി. നോബലിൻ്റെ ലോറി മറിഞ്ഞ് ഇടിഞ്ഞമല എന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും രാത്രി 3:30 മണിയായി. കുറച്ച് ആളുകൾ റോഡിൽ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. ഒരു പോലീസ് ജീപ്പും അതിനു മുൻപിൽ ഏതാനും പോലീസുകാരും. മുകളിലേക്കും താഴേക്കും പോവുകയായിരുന്ന 4-5 വാഹനങ്ങൾ റോഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ട്. അതിലുള്ളവർ റോഡ് പക്കത്ത് തന്നെ നിന്ന് നോക്കുന്നുണ്ട്. സൂസൻ ഫെർണാണ്ടസും ലോറിയിൽ ചെന്നവരും വണ്ടി റോഡിനരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഇറങ്ങിച്ചെന്നു. കൊക്കയുടെ വിളമ്പിലെ കുറ്റിക്കാടുകളും ചെറുമരങ്ങളും ഞെരിഞ്ഞമർന്ന് കിടക്കുന്നത് കൊണ്ട് കാണാം. കുറ്റിക്കാടുകൾ വകഞ്ഞുകൊണ്ട് കൊക്കയുടെ അഗാധതയിലേക്ക് ഒരു ചാല്. താഴെ ഇരുട്ടാണ്, ഒന്നും കാണാനില്ല. ആഴമേറിയ ഒരു ശൂന്യത മാത്രം. സൂസൻ ഫെർണാണ്ടസിന് നെഞ്ചു പൊട്ടുമെന്ന് തോന്നി. റഷീദ് പോലീസുകാരോട് വിവരങ്ങൾ തിരക്കുകയായിരുന്നു. SI പറഞ്ഞു, കൊക്കയുടെ അടിവാരത്തെത്തണമെങ്കിൽ 1.5 കിലോമീറ്റർ താഴേക്ക് പോകണം. കുറ്റിക്കാടും പാറയും മുൾപ്പടർപ്പുവാ എല്ലായിടത്തും. ലോറ് അടിവാരത്ത് വീണ ഒച്ച കേട്ടെന്നാണ് ആളുകൾ പറഞ്ഞത്. രാത്രിയിൽ എങ്ങനെ ഇറങ്ങിപ്പോകാനാ? പകലാണെങ്കിൽ പോലും ഫയർഫോഴ്സ് വന്നാലേ വല്ല വടത്തിലും തൂങ്ങി താഴെ തന്നാവും. വല്ല ടോർച്ചോ പന്തവോ ഒക്കെ സംഘടിപ്പിച്ച് കുറേ താഴേക്ക് ഇറങ്ങി നോക്കിയാലോ? എന്തിനാ ഇത്രയും വലിയ കൊക്കയിലോട്ട് ലോറി മറിഞ്ഞിട്ട് അതിനകത്തുള്ളവർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിച്ചാണോ? നേരം വിളിക്കട്ടെ, 2-2.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പോരെ? സൂസൻ തളർന്നു. കാറിൻ്റെ ബോണറ്റിലേക്ക് ചാരി. നോബലിന് എന്ത് സംഭവിച്ചു? അവൻ മരിച്ചുവോ? അവർക്കത് ആലോചിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ശിവൻകുട്ടിയും കൂട്ടുകാരും രണ്ടും കൽപ്പിച്ച് ഒരു തെരച്ചിലിന് വട്ടം കൂട്ടി. ടോർച്ചും പന്തങ്ങളും സംഘടിപ്പിച്ചു. അതുമായിട്ട് അവർ ഞെരിഞ്ഞു തകർന്ന കുറ്റിക്കാട്ടിലൂടെ താഴേക്കിറങ്ങി. അത് വലിയ സാഹസമായിരുന്നു. കുറച്ചു ദൂരം മുന്നേറാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. സൂസൻ അലമുറയിടുന്ന ഹൃദയത്തോടെ റോഡ് പക്കത്ത് നോക്കി നിന്നു. താഴെ നിന്ന് നേർത്ത് സംഭാഷണങ്ങൾ കേൾക്കാം, പന്തങ്ങളുടെ പ്രഭ കാണാം. കുറെ കഴിഞ്ഞ് ശിവൻകുട്ടിയും സംഘവും തിരിച്ചു വന്നു. നേരം വെളുക്കാതെ താഴേക്കിറങ്ങാൻ വയ്യ, വലിയ കൊക്കയാ, അച്ചൻകുഞ്ഞ് സൂസനെ അറിയിച്ചു. സൂസന്റെ ചുണ്ടുകൾ വിതുമ്പി. അവരുടെ മുമ്പിൽ കരയാതിരിക്കാൻ സൂസൻ നന്നേ പാടുവിട്ടു. പുലർച്ചെ കോഴി കൂവുന്നത് വരെ ജാൻസി ഉറക്കം വിളിച്ച് വരാന്തയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൾക്ക് ബോധ്യമായി, എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. പണ്ട് കല്യാണത്തിന് മുമ്പ് നോബലിന്റെ വരവും കാത്ത് രാത്രികളിൽ ഉറക്കം വിളിച്ചിരുന്ന് തന്നെ നോക്കി നോബിള് കള്ള് കുടിച്ച് കുഴഞ്ഞ സ്വരത്തിൽ പറയാറുണ്ടെന്ന് ജാൻസി ഓർത്തു. പാപ്പൻ്റെയും ഡ്രൈവറുടെയും ചോറ് കൊലച്ചോറാടി, ഉറക്കളച്ചിരുന്നിട്ട് കാര്യമില്ല. കണ്ണ് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.
വന്നാ വന്നു, ഇല്ലെങ്കിൽ കാലത്ത് ആളറിയിച്ചു വരും. കാഞ്ഞുപോയെന്ന്. ജാൻസി വേലക്കാരെ വിളിച്ച്, അപ്പൂനെ എടുത്തോ. എങ്ങോട്ട് പോനാ? അവനെ എടുത്തോണ്ട് എൻ്റെ കൂടെ വാ. ഉറങ്ങിക്കിടന്ന അപ്പൂനെ എടുത്ത് തോളത്തിലിട്ടുകൊണ്ട് വേലക്കാരി കൂടെ ചെന്നു. ജാൻസി പൊന്നുവിനെയും കൊണ്ട് നടക്കുകയാണ്. ആദ്യം അവൾ അച്ഛൻ കുഞ്ഞിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെയുള്ളവരെ വിളിച്ചുണർത്തി. അച്ഛൻ കുഞ്ഞു ചേട്ടനുണ്ടോ ഇവിടെ? ജാൻസി ചോദിച്ചു. ഇല്ലല്ലോ. എന്തേ? പാതിരാത്രിക്ക് ആ ശിവൻകുട്ടി വന്ന് വിളിച്ചുകൊണ്ട് പോയതാ. ഇതുവരെ വന്നില്ല. ചേട്ടത്തിയോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. ആണുങ്ങളുടെ കാര്യമല്ലേ, പിന്നെ അതങ്ങനെയല്ലേ വരൂ. നീ എന്താ മോളെ ഈ രാത്രിയിൽ കൊച്ചുങ്ങളെയും കൊണ്ട്? നോബിൾ ഇതുവരെ വന്നില്ലേ? അതെന്നാ പറ്റി? ജാൻസി നടന്നു കഴിഞ്ഞിരുന്നു ശിവൻകുട്ടിയുടെ താമസ സ്ഥലത്തേക്ക്. അവിടെ ചെന്നപ്പോൾ വാതില് പൂട്ടിക്കിടക്കുന്നു. ശിവൻകുട്ടിക്ക് പെണ്ണും പിടക്കോഴിയില്ല. വർഗീസിന്റെ വീട്ടിലും മോഹന്റെ വീട്ടിലും ജാൻസി ചെന്നു. ആർക്കും ഒന്നും അറിയത്തില്ല. ആണുങ്ങൾ ആരും വീട്ടുകളിലില്ല. അർദ്ധരാത്രിക്ക് ഓരോരുത്തരെ വന്ന് വിളിച്ചുണർത്തി കൊണ്ടുവരികയാണ്. ജാൻസിയുടെ നെഞ്ച് കത്തി. എന്തോ ചതി പറ്റിയിട്ടുണ്ടല്ലോ ദൈവമേ. ഒടുവില് അവിടെ റഷീദിന്റെ വീട്ടിലെത്തി. റഷീദില്ല. ഭാര്യയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. എവിടെ പോയതാണെന്ന് അറിയത്തില്ല. കുറച്ച് പരുങ്ങലോടെയാണ് റഷീദിന്റെ ഭാര്യ പറഞ്ഞത്. അവൾക്കറിയാമായിരുന്നു ജാൻസിക്ക് തീർച്ചയായി ആപത്ത് പിണഞ്ഞിരിക്കുന്നു. അവരെല്ലാം എവിടെ പോയതാണെന്ന് പറ. ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. വീട് തോറും കയറി ഇറങ്ങാം. എന്താ നോബിള് വരാത്തെ? എൻ്റെ ചട്ടമ്പിക്ക് എന്നാ പറ്റിയെന്ന് പറ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പറ. ജാൻസി അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു. നേരം പുലരും മുമ്പ് തന്നെ ഫയർഫോഴ്സ് എത്തിയിരുന്നു. കിഴക്ക് വെള്ള കയറിയത് അവർ തെരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു. നേരം പുലർന്നതോടെ റോഡിൽ ആള് പെരുകി വന്നു. ഫയർഫോഴ്സിനോടൊപ്പം ശിവൻകുട്ടിയും അച്ഛൻ കുഞ്ഞും റഷീദും ഒക്കെ തിരയാനിറങ്ങി. കുത്തനെ താഴേക്കിറങ്ങാൻ വയ്യ. പല സ്ഥലത്തും പാറകളും മുൻപടപ്പുകളുമാണ്. താഴെ ആന ചവിട്ടിപ്പൊളിച്ച കളിപ്പാട്ടം പോലെ ലോറി തകർന്നു കിടക്കുന്നത് കണ്ടു. പിന്നെയും അരമണിക്കൂർ നേരത്തെ യത്നം വേണ്ടി വന്നു ലോറി കിടക്കുന്നിടത്തേക്ക് എത്താൻ. ഫയർഫോഴ്സുകാരാണ് ആദ്യം ലോറിയെ സമീപിച്ചത്. തലകീഴായി കിടക്കുകയാണ് ലോറി. തകർന്നമർന്ന ലോറി ക്യാബിനുള്ളിൽ ഒരു ശരീരം മുടിഞ്ഞു നുറുങ്ങി കോർത്തു ഞെരിഞ്ഞ് ചോരക്കട്ട പോലെ ഇരിക്കുന്നത് അവർ കണ്ടെത്തി. ഫയർഫോഴ്സുകാർ ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ശവം പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങി. ശിവൻകുട്ടിയാണ് ആദ്യം മൃതദേഹം തിരിച്ചറിഞ്ഞത്. പുളുമണിയുടെ ശരീരമാണത്. ക്യാബിനിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോബലിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നു. അടിവാരം മുതൽ മേലോട്ടായി തെരച്ചിൽ. മറച്ചിലിനിടയിൽ നോബിൾ എവിടെയെങ്കിലും തെറിച്ചു വീണിരിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. വലിയ പാറക്കെട്ടിൻ്റെ അടിയിലുള്ള ദുർഗമമായ മുൾപ്പടർപ്പിൽ നോബലിൻ്റെ ശരീരം കിടക്കുന്നത് ഫയർഫോഴ്സുകാർ കണ്ടുപിടിച്ചു. അവർ മുൾപ്പടർപ്പുകൾ വെട്ടിമാറ്റി അതിനടുത്ത് ചെന്നു. നോബലിൻ്റെ ദേഹവും മുഖവും നിറയെ രക്തപ്പാടുകളായിരുന്നു. പരിശോധനയിൽ അയാൾ മരിച്ചിട്ടില്ലെന്നും ബോധഹീനായി കിടക്കുകയാണെന്നും മനസ്സിലായി. അയാളുടെ വലതുകാല് തകർന്നിരിക്കുന്നു. നീരു വങ്ങി ഈന്തിൻ തടി പോലെ അത് വീർത്തിരിക്കുന്നു. നോബലിനെ പൊക്കിയെടുക്കുമ്പോൾ ആ കാല് തൂങ്ങിയാടി. റഷീദാണ് ഓടിക്കതച്ച് ആദ്യം റോഡിലെത്തിയത്. ഉള്ളം തകർന്നു നിൽക്കുന്ന സൂസനോട് അയാൾ വിളിച്ചു പറഞ്ഞു, നോബിൾ ജീവനോടെ ഉണ്ട്. നമ്മുടെ നോബിൾ ജീവനോടെ ഉണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷമാണ് നോബിളിന് ബോധം വീണ്ടും കിട്ടിയത്. രക്തം കുറേ നഷ്ടപ്പെട്ടിരുന്നു. നോബിളിന് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഏറ്റവും അടിയന്തരമായി കിട്ടുന്നതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും സൂസൻ ചെയ്തിരുന്നു. നോബിളിൻ്റെ വലതുകാലിന് 4-5 ഒടിവുണ്ടായിരുന്നു. പാദം തകർന്നുപോയി. തുടയെല്ല് പൊട്ടി. ചിലപ്പോൾ കാല് മുറിച്ച് കളയേണ്ടി വന്നേക്കുമെന്ന് ഡോക്ടർമാർ പറയുകയുണ്ടായി. സൂസൻ ഫെർണാണ്ടസ് ആണ് ജാൻസിയെയും കുഞ്ഞുങ്ങളെയും ആശുപത്രിയിൽ എത്തിച്ചത്. ജാൻസി പൊന്നുവിനെയും വാരിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നോബിളിൻ്റെ ബെഡിൽ വന്നു. അവിടെ കരച്ചിൽ കേട്ട് പൊന്നുവും കരഞ്ഞു. നോബിൾ വലതുകരം കൊണ്ട് അവിടെ കവിൾ തുളച്ചു. കുഞ്ഞിൻ്റെ ശിരസിലും തലോടി. കരയല്ലേ പെണ്ണേ, കൊച്ചിനെ കൂടി കരയിക്കല്ലേ. എനിക്ക് അത്ര വലിയ കേടൊന്നും പറ്റിയിട്ടില്ല. ജാൻസി ഏങ്ങലടിച്ചുകൊണ്ട് നോബിളിൻ്റെ വലതുകാലിലേക്ക് നോക്കി. ബാൻഡേജാണ് മുഴുവൻ. അവിടെ ചോര കിരിഞ്ഞിരിക്കുന്നു. അവൾ അറിയാതെ അതിനെ മീതെ ഒന്ന് തലോടി. സാരമില്ലടി, കാലൻ ഇത്തവണ എന്നെ കൊണ്ടുപോകാൻ തന്നെ ഉറച്ചാ വന്നത്. നോബിളി ചിരിച്ചു. എനിക്കൊരു ഭാര്യയുണ്ട്. ചിറക് മുളയ്ക്കാത്ത ഇത്തിരി പോന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ പോന്നാൽ അവർക്കാരും ഒരു തുണയില്ല. അതുകൊണ്ട് മരിക്കാൻ എനിക്കിപ്പോൾ മനസ്സില്ലാന്നങ്ങ് വെച്ച് കാച്ചി ഞാൻ. രണ്ടും കൽപ്പിച്ചിറങ്ങിപ്പോയില്ലേ.
കാലെങ്കിലും വേണമെന്ന് കാലൻ. എടുത്തോട്ടല്ലേ? ജാൻസി ഒരേങ്ങലോടെ അയാളുടെ ശിരസിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അധ്യായം 18. നോബിളിന്റെ വലതുകാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന നിലയിലായിരുന്നു. മുറിവുകൾ പഴുത്തു തുടങ്ങിയിരിക്കുന്നു. കാല് മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നോബിൾ എതിർത്തു. അക്കാര്യത്തിൽ മാത്രം അയാള് ഷാഠ്യം പിടിച്ചു. വലതുകാലല്ലേ നഷ്ടപ്പെടുന്നുള്ള നോബിളെ, ഡോക്ടർ പറഞ്ഞു. അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാക്ക്. ആയിക്കോട്ടെ, നോബിള് പറഞ്ഞു. സൂസൻ പറഞ്ഞു നോക്കി. നോബിള് വഴങ്ങിയില്ല. അവസാന കൈക്ക് നോബിളിനെ സമ്മതിപ്പിക്കുന്ന ചുമതല ജാൻസിയെ ഏൽപ്പിച്ചു. അവൾക്ക് എന്നും കണ്ണീരിലായിരുന്നു. നോബിളിന്റെ കാൽ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന ചിന്ത അയാളേക്കാൾ അവളെയാണ് ദുഃഖിപ്പിച്ചത്. അതേക്കുറിച്ച് അയാളോട് പറയാനുള്ള കരുത്ത് അവൾക്കുണ്ടായിരുന്നില്ല. നോബിളിന്റെ കിടക്കക്കരികിലിരുന്ന് അവൾ കരഞ്ഞു. നോബിള് അവളുടെ വിരലുകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒറ്റക്കാലിനായിട്ട് നിന്റെ ചട്ടമ്പിക്ക് ജീവിക്കണ്ട. അതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാ. ജാൻസി അവളുടെ കൈത്തണ്ടയിൽ മുഖം അമർത്തി ഏങ്ങലടിച്ചു. നീ എന്തിനാ കരയുന്നേ? മുറിച്ചു കളയാതെ തന്നെ എൻ്റെ കാലൊക്കെ ശരിയാകും, എനിക്കുറപ്പാ. ഡോക്ടർമാർ പറഞ്ഞതാ. എൻ്റെ കാലിനെ പറ്റി അവർക്കെന്നെ അറിയാം. കീറാനും മുറിക്കാനും പഠിച്ചവരല്ലേ അവർ നോക്കുമ്പോൾ അതാ ഏറ്റവും എളുപ്പ വഴി. മരുന്ന് കാണും പെണ്ണെ, നല്ല സ്വയംഭം മരുന്ന് കാണും, കുത്തി വെക്കാൻ പറ. നോബിളിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അതിൽ നിന്നും അവനെ വ്യതിചലിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. മരുന്നുകൾ കൊണ്ട് അവന്റെ കാലുകൾ പരിരക്ഷിക്കാനായി പിന്നത്തെ ശ്രമം മുഴുവൻ. ഡോക്ടർ കുറിച്ചു കൊടുത്ത ഇഞ്ചക്ഷനുള്ള വില കൂടിയ മരുന്നുകൾ സൂസൻ ഫെർണാണ്ടസ് അന്വേഷിച്ച് വരുത്തി കൊടുത്തു. അപകടത്തിൽ പുളുമണി മരിച്ച വിവരം ആദ്യം ആരും നോബിളിനെ അറിയിക്കുകയുണ്ടായിരുന്നില്ല. ലോറി തെരുവിൽ മണിയുടെ ശവസംസ്കാര ചടങ്ങുകൾ അപകടത്തിന്റെ പിറ്റേന്ന് തന്നെ നടന്നു കഴിഞ്ഞിരുന്നു. ലോറി തെരുവിൽ പുളുമണിയെ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവന്റെ മരണത്തിൽ ദുഃഖിച്ചു. ആരുമില്ലാത്തവനായി അവന്റെ ശവസംസ്കാരം നടത്താൻ എല്ലാവരും സഹകരിക്കുകയുണ്ടായി. ലോറി തെരുവിനും അതിനു ചുറ്റുമുള്ള ലോകത്തിനും കുറെ കാലം നിർദോഷമായ ഗുണങ്ങളും പൊടിപ്പും തെങ്ങലും വെച്ച് അർദ്ധസത്യങ്ങളും സംഭാവന ചെയ്തിട്ട് ആ ചെറിയ മനുഷ്യൻ തനിയെ യാത്രയായി. നോബിളെന്നും മരിച്ചാലും വേണ്ടില്ലെന്ന് ആഗ്രഹിച്ചു പോകുന്ന ആ കഠിന വേദനക്കിടയിലും പുളുമണിയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. അവൻ രക്ഷപ്പെട്ടോ? അവൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും മറുപടി പറയും. പേടിത്തൊണ്ടതിനാ. ഒരു ധൈര്യത്തിന് ആരെങ്കിലും അരികിൽ നിൽക്കണം. കേൾക്കുന്നവർ തലയാട്ടും. ഞാനുണ്ടെന്ന് അവനോട് പറഞ്ഞേക്ക്. ഒരു ദിവസം ജാൻസിയോടും നോബിൾ ചോദിച്ചു, മണിക്ക് എങ്ങനെയുണ്ട്? അവൻ ആശുപത്രിയിലുണ്ടോ? ജാൻസി ഒന്നും മിണ്ടിയില്ല. അടുത്ത് നിൽക്കുകയായിരുന്നു സൂസൻ. ഇനി മറച്ചു വെക്കുന്നത് കൊണ്ട് ശരിയാവില്ലെന്ന് തോന്നിയിട്ട് പറഞ്ഞു, അവൻ മരിച്ചുപോയി. കഠിന വൃദ്ധയെന്ന പോലെ നോബിളിന്റെ മുഖം കൂടി. അയാൾ സൂസനെയും ജാൻസിയെയും മാറി മാറി നോക്കി. ജാൻസി നിറകണ്ണുകളോടെ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ പോയോ? നോബിള് കട്ടിലിന്റെ ക്രാസിയിൽ ഫലമായി പിടിച്ചു. അയാളുടെ മുഖത്ത് അളവറ്റ വേദനയുടെയും ദൈന്യതയുടെയും നിസ്സഹായതയും നിറഞ്ഞു തുളുമ്പി. എങ്ങോട്ടാ അവൻ പോയേ? എനിക്കൊന്ന് കാണാനൊത്തില്ലല്ലോ. നോബിളിന്റെ സ്വരമിടറി. ഒരു നീർത്തുള്ളി ഊറി വന്ന് അയാളുടെ പുറം കാഴ്ചയെ മറച്ചു. ആ സുതാര്യതയിൽ അയാൾ പുളുമണിയുടെ രൂപം കണ്ടു. വർഷങ്ങളായി തൻ്റെ സന്തത സഹചാരിയായി കഴിഞ്ഞിരുന്നവൻ. ആശാനുണ്ടെങ്കിൽ എനിക്കൊന്നിനെയും പേടിയില്ല, അവൻ കൂടെ കൂടെ പറയുമായിരുന്നു. നോബിൾ ആശാന്റെ ലോറിയിലെ കിളിയാണോടോ ഞാൻ എന്ന് അവൻ അഭിമാനത്തോടെ വീമ്പിളക്കുമായിരുന്നു. തൻ്റെ വഴക്കും ചീത്തയും കേട്ട് പറയുന്നതെല്ലാം ശിരസാവഹിച്ച ഒരടിമയെ പോലെയാണ് അവൻ ജീവിച്ചത്. നോബിൾ അന്ന് അധികം ആരോടും സംസാരിച്ചില്ല. അവൻ്റെ മുഖം മ്ലാനമായിരുന്നു. അവന് കുറ്റബോധമുള്ളതുപോലെ തോന്നുമായിരുന്നു. പതിവ് പോലെ വേദനയുടെ ആധിക്യത്തിൽ ചെയ്യാറുള്ളത് പോലെ കട്ടിലിൻ്റെ ഇരുമ്പ് റാസിയിൽ മുറുകെ പിടിച്ച് ഞെരിപിരി കൊണ്ടുമില്ല. വേദന അയാൾ അറിയുന്നില്ലെന്ന് തോന്നുമായിരുന്നു. പോലീസ് ആശുപത്രിയിൽ വന്ന് നോബിളിന്റെ മൊഴിയെടുക്കുകയുണ്ടായി. ബ്രേക്ക് പോയതാണ് അപകട കാരണമെന്ന് നോബിൾ പറഞ്ഞു. വളവിൽ വെച്ച് ഒരു ലോറി എതിരെ വന്നു. അതിവേഗത കൊണ്ട് നിയന്ത്രണം കിട്ടിയില്ല. എതിരെ വന്ന ലോറിയെക്കുറിച്ച് പോലീസ് ചോദിച്ചെങ്കിലും നോബിൾ ഒന്നും അറിയില്ലായിരുന്നു. പോലീസ് അവരുടെ ജോലി തീർത്തു മടങ്ങി. സൂസൻ ഫെർണാണ്ടസിന്റെ മനസ്സിൽ മാത്രം സംശയത്തിന്റെ തീപ്പൊരി ശേഷിച്ചു. നോബിളിനോട് അവർ സൂക്ഷ്മ വിവരങ്ങൾ തിരക്കി ചോദിച്ചു മനസ്സിലാക്കി. ചുരത്തിന്റെ പാതയ്ക്കുള്ള വളവിൽ വെച്ച്
വണ്ടി നിർത്തി കാപ്പി കുടിക്കാൻ വേണ്ടി അരമണിക്കൂർ താമസിച്ചിട്ട് വന്നു വണ്ടിയിൽ കയറിയപ്പോഴാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതെന്ന് നോബിൾ പറഞ്ഞു. വളവിൽ വച്ച് എതിരെ വന്ന ലോറിയുടെ നമ്പറോ ബോർഡോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സൂസൻ ആരാഞ്ഞു. ഇല്ലെന്ന് അയാൾ തലവെട്ടിച്ചു. അപകടമുണ്ടായതിന് ഏതാനും ദിവസം മുമ്പ് വില്യംസും കൂട്ടരും നോബിളിന്റെ വീട്ടിൽ ചെന്ന് എസ്റ്റേറ്റ് അരുണിന്റെ പേരിൽ എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടതും ഭീഷണിപ്പെടുത്തിയതും ജാൻസി സൂസനെ അറിയിച്ചിരുന്നു. ഇത് സൂസന്റെ സംശയത്തിന് ആക്കുകൂട്ടി. എന്തു ചെയ്യാനും മടിക്കാത്തവരാണ് വില്യംസും കൂട്ടരുമെന്ന് സൂസൻ അറിയാം. അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സൂസൻ പോലീസിൽ പരാതി നൽകി. സംശയ കാരണങ്ങളും അവർ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. അപകടം മുന്നിൽ കണ്ടിട്ടും നിർത്താതെ പോയ ലോറിയെപ്പറ്റി പോലീസ് കുറേ അന്വേഷണം നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. നോബിളാണെങ്കിൽ അതൊരു കെണിയായിരുന്നുവെന്ന് സംശയിച്ചതേയില്ല. അല്ലെങ്കിലും അതേക്കുറിച്ച് ചിന്തിക്കാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അയാൾ. വേദനയാണ്, കഠിനമായ വേദന. 24 മണിക്കൂറും അത് അയാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ക്രാസിയിൽ പിടിച്ച് ഞെരിക്കും, ബെഡിൽ അള്ളിപ്പിടിച്ച് പല്ലിറുമി അമരും. ഒരാഴ്ചയ്ക്ക് ശേഷം വേദനയ്ക്കല്പം ശമനം കണ്ടു. ഇനി പഴുക്കുന്നത് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനി അത് മുറിച്ചു മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. വിശദ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു. നോബിൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കുറച്ച് ആശ്ചര്യത്തോടെ ഡോക്ടർ സൂസൻ ഫെർണാണ്ടസിനോട് പറയുകയുണ്ടായി. അയാളുടെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സംഭവിച്ചത്. നമ്മുടെ കണക്കൂട്ടലിനൊക്കെ അപ്പുറം മനോബലമെന്ന എന്നുണ്ട്. ലോറിത്തെരുവിലെ എല്ലാ ദിവസങ്ങളിലും സന്ദർശകരുണ്ടായിരുന്നു നോബിളിന്. എന്ത് സഹായം നൽകാനും തയ്യാറായിരുന്നു നോബിളിന്റെ സ്നേഹിതർ. ജാൻസി എല്ലായ്പ്പോഴും നോബിളിനരികിലെ ആശുപത്രിയിൽ തന്നെ നിന്നു. സൂസൻ വന്ന് നിർബന്ധിക്കുമ്പോൾ മാത്രമേ അവൾ വീട്ടിലേക്ക് പോയിരുന്നുള്ളൂ. ഒരു ദിവസം ജാൻസി നോബിളിന്റെ കിടക്കക്കരികിൽ അയാൾക്കൊരു മാസിക കൊണ്ട് വീശിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധനും വൃദ്ധയും നാലുപാടും നോക്കി സംശയിച്ച് റൂമിലേക്ക് കയറി വന്നു. വൃദ്ധ നടക്കാൻ പ്രയാസമുള്ള വൃദ്ധന്റെ കൈ പിടിച്ചിരുന്നു. നോബിൾ ഉറങ്ങുകയായിരുന്നു. നോബിളിനെ കണ്ടതും അവരുടെ മനസ്സിലാകാത്ത മട്ടും മാഞ്ഞു. കണ്ണുകളും മുഖവും പ്രസന്നമായി. ജാൻസി പെട്ടെന്ന് അവരെ തിരിച്ചറിഞ്ഞു. ചെല്ലയെയും കനകമ്മാളും. അവൾ ബെഡിനരികിൽ നിന്നും എഴുന്നേറ്റു. കനകമ്മാള് നോബിളിന്റെ അരികെ ചെന്നു വിറയാർന്ന വിരലുകളാൽ അവർ അവന്റെ മുഖത്ത് തലോടി. സിരസിലും കവിളിലും പതുക്കെ തലോടി. കണ്ണാ, ബുദ്ധയുടെ ഒച്ചയടഞ്ഞു. കണ്ണു നിറഞ്ഞൊഴുകി. അവർ ജാൻസിയെയും ചെല്ലമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ട് നോബിളിന്റെ നേർക്ക് കൈ ചൂണ്ടി. കട്ടിലിന്റെ കാൽക്കലെ ക്രാസിയിൽ പിടിച്ചുകൊണ്ട് ചെല്ലയ്യ നോബിളിന്റെ വലതുകാലിലേക്ക് നോക്കി ദുഃഖഭാരത്തോടെ അയാൾ മുഖം താഴ്ത്തി. ചീനാർ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഒരിക്കൽ കൂടി വില്യംസും മക്കളും മൈക്കിളും ഒത്തുകൂടി. വില്യംസ് ഒഴികെയുള്ളവർ നിരാശരായി കാണപ്പെട്ടു. ഇപ്പം മനസ്സിലായില്ലേ? മദ്യചഷകം മേശമേലിട്ട് തിരിച്ചുകൊണ്ട് മൈക്കിൾ പറഞ്ഞു. തിളയ്ക്കുന്ന എണ്ണയിലെടുത്തിട്ടാലും അവൻ കാര്യമായ കേടൊന്നും കൂടാതെ നീന്തിക്കയറും. അവന് ഉടനെങ്ങും ചാവുവിളിയില്ല. അല്ലെങ്കിൽ അത്രയും വലിയ കൊക്കയിലേക്ക് ലോറി മറിഞ്ഞിട്ടും അവൻ മാത്രം രക്ഷപ്പെടുക. ഉരുക്കുറാടുകൾ പോലും ഇഞ്ചനാല് പോലെ ചതഞ്ഞു നുരുങ്ങിയത് അവൻ്റെ ഒരു കാൽ മാത്രം ഇവിടെ ഒടിയുന്നു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കിവിടെ നിർത്താമെന്നാണ് തോന്നുന്നത്. വില്യംസ് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അതുകൊണ്ടൊന്നും നമ്മൾ പിന്തിരിയരുത്. ബ്രൂസിന്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾ മിലിറ്ററിക്കാർക്ക് അതൊരു പ്രധാന പാഠമാണ്. 1, 2, 3 തവണ പരാജയപ്പെട്ടാലും പിൻവാങ്ങരുത്. കൂടുതൽ ശക്തി സംഭരിച്ച് വീണ്ടും വീണ്ടും ആഞ്ഞടിക്കുക. ശത്രുവിന്റെ മർമ്മം നോക്കി അടിക്കുക. വിജയമാണ് അവസാന വാക്ക്. ഒരു മനുഷ്യനെ 4, 5 തവണ മരണം കൈവിട്ടെന്ന് വരാം. അതൊക്കെ ഒരു ഭാഗ്യം മാത്രം. ഹിറ്റ്ലറെ കൊല്ലാൻ നാസികളുടെ വിമതർ 13 തവണ ശ്രമിച്ചു. തുടർച്ചയായ 10, 12 പരാജയങ്ങൾ പോലും അവരെ പിന്തിരിപ്പിച്ചില്ല. ആ കിളി മരിച്ച സ്ഥാനത്ത് മറ്റേ റാസ്കളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ജോയൻ പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? മൈക്കിൾ ചോദിച്ചു. ഇനി കുറച്ചുനാൾ അനങ്ങാതിരിക്കുക. സംശയത്തിന് ഇടം കൊടുക്കരുത്. ഇനിയും വരും അവസരങ്ങൾ, വില്യംസ് പറഞ്ഞു. ഇപ്പൊ തന്നെ പോലീസിന് സംശയമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കൂലി കൊടുത്ത് ലോറിക്ക് വേണ്ടി പോലീസ് കുറെ തപ്പുകയാണെന്ന് കേട്ടത്. നമ്പറും ബോർഡും ഉണ്ടായിരുന്നിട്ട് വേണ്ടേ ലോറി പിടിക്കാൻ. സൂസൻ ഫെർണാണ്ടസിന് സംശയം ഉണ്ടായി കാണണം. അവരൊരു സൂക്ഷ്മ ബുദ്ധിക്കാരിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവർ വേണമായിരുന്നു നോബിളിനേക്കാളും മുമ്പ് പോകാൻ. അവർ നമുക്ക് ശരിക്കും ഒരു തലവേദനയായിരിക്കും. നോബിളും കുടുംബവും നശിച്ചാലും ഇല്ലെങ്കിലും അത് വാസ്തവമാണ്, ജോയൻ ശരിവെച്ചു.
നോബിളിനും കുടുംബത്തിനും വല്ലതും സംഭവിച്ചാൽ അവരെ സഹായിക്കാനും സംശയങ്ങൾ കുത്തിപ്പൊക്കാനും ഒക്കെ അവരാ മുമ്പിൽ. സൂസൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലി പകുതി കുറഞ്ഞതുപോലെയാകും. വില്യൻസ് അഭിപ്രായപ്പെട്ടു. പക്ഷെ അവരെ തൊട്ട് കളിക്കുന്നതും സൂക്ഷിച്ചു വേണം താനും. അവധിയിലാണെങ്കിലും ജഡ്ജിയല്ലേ, സർക്കാരും പോലീസും വെറുതെ ഇരിക്കില്ല. സമയമാവട്ടെ, വില്യൻസ് ആലോചനയോടെ പറഞ്ഞു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുകിട്ടും. ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെയൊക്കെയാണ് ഈ കഥ ഞാനിവിടെ എത്തിക്കുന്നത്. അപ്പോൾ വീണ്ടും നാളെ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.